ഓണാഘോഷത്തിന് വേറിട്ട മാതൃകയുമായി കെ.എസ്.ഇ.ബി. പാലക്കാട് സർക്കിൾ. ഓണാഘോഷത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശി ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാർ വൈദ്യുതി ലഭ്യമല്ലാതിരുന്ന ഒരു കുടുംബത്തിന്റെ വീട്ടിൽ വയറിംഗ് ജോലികൾ പൂർത്തിയാക്കി വൈദ്യുതി കണക്ഷൻ നൽകി. ഓണത്തിന്റെ സന്തോഷം ഒരു കുടുംബത്തിലേക്ക് കൂടി എത്തിച്ചാണ് കെ.എസ്.ഇ.ബി. ജീവനക്കാരുടെ ഇത്തവണത്തെ ആഘോഷം ശ്രദ്ധേയമായത്. കെ.എസ്.ഇ.ബി. പാലക്കാട് സർക്കിളിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് പെരിങ്ങോട്ടുകുറിശി ഇലക്ട്രിക്കൽ സെക്ഷനിൽ പ്രൗഢഗംഭീരമായ തുടക്കവും കുറിച്ചു. പാലക്കാട് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി.സി. ഗിരിജ, ആലത്തൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി.വി. പ്രേംരാജ് എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമുത ആശംസകൾ നേർന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി പെരിങ്ങോട്ടുകുറിശി ഇലക്ട്രിക്കൽ സെക്ഷനിലെ ജീവനക്കാർ തുവക്കോട് കോളനി സ്വദേശിനിയായ കെ. രാജിമോളുടെ വീട്ടിലാണ് വയറിംഗ് ജോലികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത്. വൈദ്യുതി ലഭ്യമല്ലാതിരുന്ന വീട്ടിൽ ആവശ്യമായ വയറിംഗ് സംവിധാനങ്ങൾ ജീവനക്കാർ തന്നെ ഒരുക്കി. തുടർന്ന് പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷമാണ് വൈദ്യുതി വിതരണം ആരംഭിച്ചത്. വൈദ്യുതി കണക്ഷൻ നൽകുന്നതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ.എൻ. രതീഷ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഇതോടെ രാജിമോളുടെ വീടും വൈദ്യുതി വെളിച്ചത്തിലായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരു കുടുംബത്തിന് വൈദ്യുതി ലഭ്യമാക്കാനായത് ജീവനക്കാരുടെ കൂട്ടായ്മയുടെ മാതൃകാപരമായ പ്രവർത്തനമായി. ഓണം ആഘോഷങ്ങളുടെയും ആഘോഷ ചെലവുകളുടെയും മാത്രം കാലമല്ലെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം പകരാനുള്ള അവസരം കൂടിയാണെന്നും ഓർമ്മിപ്പിക്കുന്നതായി മാറി കെ.എസ്.ഇ.ബി. ജീവനക്കാരുടെ ഈ ഇടപെടൽ. വൈദ്യുതി ലഭിച്ചതോടെ രാജിമോൾക്കും കുടുംബത്തിനും ഇത്തവണത്തെ ഓണം കൂടുതൽ സന്തോഷകരമായി. സീനിയർ സൂപ്രണ്ട് ഇൻചാർജ് ഷംല, സബ് എഞ്ചിനീയർമാരായ ബോബേഷ്, സുബ്രഹ്മണ്യൻ, ഓവർസിയർമാരായ വിജയകുമാരൻ, നാരായണൻകുട്ടി, ഉണ്ണികൃഷ്ണൻ, അനിൽകുമാർ, സന്തോഷ്, മനോജ് എന്നിവരും സെക്ഷനിലെ ജീവനക്കാരും ചടങ്ങിൽ സന്നിഹിതരായി. പ്രദേശവാസികളും കെ.എസ്.ഇ.ബി. ജീവനക്കാരുടെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. സാധാരണ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സേവനത്തിലൂടെ ഓണത്തിന്റെ സന്തോഷം പങ്കുവച്ചതാണ് പെരിങ്ങോട്ടുകുറിശിയിലെ ഈ ഓണാഘോഷത്തെ വേറിട്ടതാക്കിയത്. UTV ന്യൂസ്, പാലക്കാട്.